നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളിലെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുവാനും നമുക്ക് വേണ്ടി കാര്യ വ്യവഹാരങ്ങൾ നടത്തുവാനും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനും ഒക്കെ നമ്മുടെ ആയുസ്സിൽ ഒരാളുണ്ട് എന്നത് ഏറ്റവും ആശ്വാസകരമാണ്, ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. പൗലോസ് ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിപ്പാൻ കഴിയുന്നു. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇവിടെ അപ്പോസ്തലൻ വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അവൻ എന്നേക്കും നിത്യ മഹാപുരോഹിതനാണ്, നിത്യ പൗരോഹിത്യമുള്ളവനാണ്. ഈ കർത്താവിൻ്റെ ഗുണം അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: യേശു ക്രിസ്തു മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർ അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് വരുന്നവർ. യേശു ക്രിസ്തു മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർ അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് വരുന്നവർക്കു വേണ്ടി കർത്താവ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്ന്, വരുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ കർത്താവായ യേശുക്രിസ്തു. 2, അവർക്കു വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവ്. 3, എന്നേക്കും ജീവിക്കുന്നവനായ കർത്താവ്. 3 കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. 1, വരുന്നവരെ യേശു ക്രിസ്തു മുഖാന്തരമായി ദൈവത്തോട് അടുത്തു വരുന്നവർ അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് വരുന്ന ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ, അവർക്കു വേണ്ടി പൂർണ്ണമായി അവരെ രക്ഷിപ്പാൻ പ്രാപ്തനായ, ശക്തനായ, യോഗ്യനായ ഒരു കർത്താവ്. 2, നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് അവർക്കു വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അല്ലെങ്കിൽ മധ്യസ്ഥ ചെയ്യുവാൻ അല്ലെങ്കിൽ ശുപാർശ ചെയ്യുവാൻ മതിയായ ഒരു കർത്താവ്, ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. ഈ കർത്താവിൻ്റെ പ്രത്യേകത അപ്പോസ്തലൻ ഇങ്ങനെ പറയുകയാണ്: ഇത് 1-2 ദിവസം കൊണ്ട് പരിപാടി അവസാനിപ്പിച്ച് മാറുന്നതല്ല. ചില ബ്രാക്കറ്റ് പീരീഡുള്ളിൽ അല്ലെങ്കിൽ ചില മണിക്കൂറുകളോ മാസങ്ങളോ കൊണ്ട് തീരുന്ന ഒരു സഹായമല്ല, ഒരു ദൈവികമായ പ്രവൃത്തിയല്ല നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. മറിച്ച് അവിടെ പറയുന്നൊരു വാക്കിങ്ങനാണ്: പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ് എന്ന് എന്നേക്കും ജീവിക്കുന്ന ഒരു കർത്താവ്. ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്ന കർത്താവ്, എന്നേക്കും ജീവിക്കുന്ന. സ്തോത്രം. നമുക്ക് വേണ്ടി ചില മാസങ്ങളോ മണിക്കൂറുകൾ കൊണ്ടോ സഹായം അവസാനിപ്പിക്കുന്നവനല്ല കർത്താവ്. എന്നേക്കും ജീവിക്കുന്ന കർത്താവ്, ചെയ്യുവാൻ മനസ്സുള്ള കർത്താവ്. ഒരു മനുഷ്യായുസ്സ് മുഴുവനും ഒരുവൻ കർത്താവ് മുഖാന്തരം ദൈവത്തോട് അടുത്തു വന്നാൽ ഒരു മനുഷ്യായുസ്സ് മുഴുവൻ, അവൻ്റെ ആയുസ്സ് മുഴുവനും അവനു വേണ്ടി പൂർണ്ണമായി രക്ഷിപ്പാൻ തയ്യാറുള്ള കർത്താവ്. അതുമാത്രമല്ല, അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ, മധ്യസ്ഥ ചെയ്യുവാൻ കഴിയുന്ന കർത്താവ്. അവനിൽ നമുക്ക് ആശ്രയിക്കാം.